ഞാൻ പറഞ്ഞില്ലേ കണ്ണേട്ടനോട്, അവനാണ് അന്ന് രാത്രി നമ്മുടെ മുറിയിലേക്ക് ഒരുത്തനെ പറഞ്ഞു വിട്ടതെന്ന്. അതിപ്പോ ശരിയായില്ലേ? അന്ന് നമ്മുടെ മുറി കയറിയവനെ തന്നെയാ ഞാൻ ഇന്ന് കണ്ടത്. എനിക്ക് തോമസ് വൈദ്യരുടെ ട്രീറ്റ്മെന്റിൽ വലിയ വിശ്വാസമൊന്നുമില്ല. എങ്കിലും അവിടെയാണല്ലോ ഈ പറയുന്നവൻ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനെ കാണാൻ വേണ്ടി മാത്രം നാളെ തനിക്കൊപ്പം ഞാനിവിടെ വരാം. എന്നെ ഇനി ഏതോ ആയുർവേദ വിദഗ്ധനെ കൊണ്ടുപോയി കാണിക്കാനുള്ള പുറപ്പാടില്ല ഇയാള്. എനിക്കാദ്യം വൈദ്യരെയല്ല കാണേണ്ടത്, അവനെ. താൻ കർണത്തടിച്ചവനെ, തന്നെ നിരന്തരം പിന്നാലെ നടന്ന് ശല്യം ചെയ്തവനെ. അയാള് തുറക്കുന്നില്ല. തള്ളി തുറക്ക്. മാന്യതയില്ലാത്തവന്റെ മുറി മാന്യതയില്ലാതെ തുറക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. എന്താ ഇതിനകത്ത് ഇടുന്ന ആളെവിടെ? എനിക്കറിയില്ല. സോറി കേട്ടോ. ഓക്കെ. എന്താ ഇവിടെ? ഇതിനകത്തൊരു പേഷ്യന്റ് കിടക്കുന്നുണ്ടായിരുന്നല്ലോ, അയാൾ എവിടെ? അയ്യോ, അയാൾ ആരോടും പറയാതെ പൊയ്ക്കളഞ്ഞു. ശരീരത്തിൽ നല്ല ചതവുണ്ടായിരുന്നു. ഒരാഴ്ച ഇവിടെ കിടക്കണമെന്ന് വൈദ്യര് പറഞ്ഞതാ, കേട്ടില്ല. തന്നെ കണ്ടതുകൊണ്ടായിരിക്കും അവൻ മുങ്ങിയത്. കുട്ടിക്ക് അവനറിയോ? അറിയും, നന്നായിട്ടറിയും. പെൺകുട്ടികളെ നിരന്തരം പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരുത്തനാ. അതവനെ കണ്ടപ്പോ തന്നെ വൈദ്യര് പറഞ്ഞതാ. ആ സ്വഭാവം കൊണ്ട് തന്നെ അവൻ ഇടയ്ക്കെന്നോട് ചോദിക്കുകയും ചെയ്തു, ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നേഴ്സുമാരായിട്ട് പെൺകുട്ടികളൊന്നുമില്ലേ എന്ന്. എന്താ അവന്റെ പേര്? മുരുകനോ മുരുകേശനോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞത്. ആരുടെയോ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടിട്ട് ഇവിടെ വന്ന് ഒളിച്ചു താമസിച്ചെന്നാ തോന്നുന്നത്. ഇവിടെ ആവുമ്പോ അങ്ങനെ പെട്ടെന്നാരും അന്വേഷിച്ചു വരുന്നില്ലല്ലോ. എന്തായാലും അവനെ കാണാൻ പറ്റില്ലല്ലോ. അവനെ കാണാൻ പറ്റിയില്ലെങ്കിലും ഡോക്ടറെ കാണാനല്ലേ കുട്ടി സാറിനെയും കൊണ്ടുവന്നത്. അദ്ദേഹത്തെ കാണുക, അതല്ലേ നമുക്ക് വേണ്ടത്. കുട്ടിയുടെ കാര്യത്തില് ഒരു പ്രത്യേക താല്പര്യം ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സാറിനെ നോക്കുമെന്ന കാര്യം ഉറപ്പാ. എത്ര നോക്കിയിട്ടും വിശേഷമൊന്നുമില്ല ചേട്ടാ. ഇതങ്ങനെ പെട്ടെന്ന് സുഖപ്പെടാനൊന്നും പോകുന്നില്ല. പിന്നെ ഇയാളുടെ നിർബന്ധം. അങ്ങനെ പറയരുത് സാർ. നമുക്ക് ആദ്യം ഒരു വിശ്വാസം വേണം. ഏതായാലും നിങ്ങളിരിക്കെ, ഞാൻ ഡോക്ടറോട് വിവരം പറയാം. എന്നാലും അവനെ കാണാൻ പറ്റില്ലല്ലോ കണ്ണേട്ടാ. താൻ അവനെ തിരിച്ചറിഞ്ഞെന്ന് അറിഞ്ഞപ്പോ തന്നെ അവൻ ഇവിടുന്ന് പോയി കാണും. സാരമില്ല, ഇനിയും മുന്നൊന്ന് ചാടും. താവാ.
ഏതാണ്ട് 10 വർഷത്തോളമെങ്കിലും ട്രീറ്റ്മെന്റ് നടത്തി കാണും. ആയുർവേദം, അലോപ്പതി, ഹോമിയോ എല്ലാം നോക്കി. കേരളത്തിന് പുറത്തു പോയും ചികിത്സ നടത്തിയിട്ടുണ്ട്. 1% പോലും മാറ്റം ഉണ്ടായിട്ടില്ല. ആ കൈയൊന്ന് കാണിക്കൂ. കണ്ണനിപ്പോ 32 വയസ്സ് കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അതെ. കണ്ണൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കണ്ണടച്ചിരുന്നത് ഇയാൾ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, ഇയാളുടെ മനസ്സിനെ അറിയാൻ കൂടിയാണ്. ഡോക്ടർമാരിലും മെഡിസിനിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരാളെ പിന്നീട് മെഡിസിൻ കഴിപ്പിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ആയുർവേദ മരുന്നുകൾ. കുട്ടി പോയ ശേഷം കമലേശ്വരം ഫൈനാൻസിയേഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് സെർച്ച് നടത്തി. ഇപ്പോ പിന്നെ മൊബൈൽ തുറന്നാ മതിയല്ലോ, എല്ലാം കിട്ടും. നാട്ടിലെ ലീഡിംഗ് ഫൈനാൻസിങ് കമ്പനിയാണ് കണ്ണൻ്റെത് അല്ലേ? അതെ. അച്ഛൻ പോയ ശേഷം അച്ഛനേക്കാളും ബിസിനസ്സിൽ വിജയിച്ചു മകൻ. അത് സത്യമാണ് സാർ. പരാജയപ്പെട്ടത് ജീവിതത്തിലാണെന്ന് ഉറപ്പിച്ച നിമിഷത്തിലാണ് ഇതുപോലൊരാൾ ജീവിതത്തിലേക്ക് കടന്നു വന്നതല്ലേ? അതെ, അത് എനിക്ക് വലിയ നേട്ടമായി. ഇയാൾക്കൊരർത്ഥത്തിൽ പറഞ്ഞ അതൊരു നഷ്ടമാണെന്നാ എന്റെ വിശ്വാസം. അയ്യോ, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല സർ. എന്തായാലും അഗസ്ത്യകൂടത്തിൽ കണ്ണൻ ചികിത്സിക്കാൻ തയ്യാറാണെങ്കിൽ മാസങ്ങളോളം ഇവിടെ കിടക്കേണ്ടി വരും. അപ്പോഴും 100% പോയിട്ട് ഭാഗികമായി പോലും എന്റെ നോട്ടം ഫലിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കുറഞ്ഞത് 1.5 വർഷം കഴിയും മരുന്നുകളൊക്കെ ബോഡിയുമായിട്ടൊന്ന് സെറ്റാവാൻ. ഇതിനു മുമ്പ് അലോപ്പതി മരുന്നുകൾ ഇഞ്ചക്ഷനായിട്ടും ഗുളികകളായിട്ടും ശരീരത്തിലേക്ക് ചെന്നതുകൊണ്ട് ഇനി നാട്ടുചികിത്സ ശരീരവുമായി പൊരുത്തപ്പെടാൻ സമയമെടുക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ അറിയാം സർ. ആ കുട്ടിക്കറിയാം, പക്ഷെ കണ്ണൻ അറിയില്ല. കണ്ണന് അതിനോടൊരു താല്പര്യമില്ല അല്ലേടോ? മടുത്തു സർ. ഇനിയൊരു പരീക്ഷണം കൂടി നടത്തിയിട്ട് അത് പരാജയപ്പെട്ടാൽ എന്നേക്കാൾ കൂടുതൽ വിഷമിക്കുന്നത് ഇയാളായിരിക്കും. അതുകൊണ്ട് വേണ്ട സർ. ഞാൻ ശരിക്കും എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് സാറിനോട് പറഞ്ഞാണല്ലോ. ഇവിടെ ഇയാളെ ചീറ്റ് ചെയ്യാൻ നടന്നിരുത്തുന്നുണ്ട്. അവനെ ഒന്ന് കാണണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോ ഇയാളില്ലായിരുന്നെങ്കിൽ താൻ വരില്ലായിരുന്നു അല്ലേ? ചിലപ്പോ ഇയാളുടെ പ്രഷർ കൊണ്ട് വന്നേനെ. അങ്ങനെയെങ്കിൽ കേട്ടോ മഹാലക്ഷ്മി, കുട്ടിയെ ചീറ്റ് ചെയ്ത ആളോട് നന്ദി പറയാണ് വേണ്ടത്. അയാൾ ഒരുപക്ഷെ ഇവിടെ വന്ന് അഡ്മിറ്റ് ആയത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവാനായിരിക്കാം. എടോ കണ്ണ, താൻ തന്റെ ഭാര്യയുടെ മുഖത്തോട് നോക്കടോ.
താനിനി ട്രീറ്റ്മെന്റ് വേണ്ടാന്ന് പറഞ്ഞ അത് ഈ കുട്ടിക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നറിയില്ല. നമ്മൾ പലപ്പോഴും കീഴടങ്ങി കൊടുക്കേണ്ടത് രോഗങ്ങൾക്കല്ല, നമ്മളെ സ്നേഹിക്കുന്നവർക്കാണ്. അങ്ങനെയെങ്കിൽ ഇവിടെയും താൻ ഒരിക്കൽ കൂടി ഈ പറഞ്ഞ പരീക്ഷണത്തിന് തയ്യാറാവണം. സാധാരണ ഇവിടെ വരുന്ന പേഷ്യൻസും ബന്ധുക്കളുമൊക്കെ എന്റെ സഹായം വേണമെന്ന് ഇങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും ഏറ്റെടുക്കാൻ പറ്റാത്ത കേസുകളാണെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതം മൂളാറില്ല. എന്നാൽ ഇവിടെ പേഷ്യന്റ് തന്നെ പറയുന്നു എനിക്ക് ട്രീറ്റ്മെന്റ് വേണ്ടെന്ന്. എനിക്കത്ര പ്രതീക്ഷയില്ലെങ്കിലും ഞാൻ നോക്കാമെന്ന് പറഞ്ഞത് ഈ കുട്ടിക്ക് വേണ്ടിയാണ്. അന്ന് ഈ കുട്ടി പോയതിനു ശേഷം കർത്താവിന്റെ മുമ്പിൽ മെഴുകുതിരി തെളിയിച്ചപ്പോൾ ഈ കുട്ടിയുടെ മുഖം വല്ലാതെ എന്നെ സ്വാധീനിച്ചതുപോലെ തോന്നി. ദൈവങ്ങളെ ആരാധിക്കുന്നത് പല രൂപത്തിലാണെങ്കിലും എല്ലാം ഒന്നാണല്ലോ കണ്ണാ. തന്റെ പേരിലുമുണ്ടല്ലോ ഭഗവാന്റെ സാന്നിധ്യം. അതുകൊണ്ട് തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന തന്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി ഇത്തിരി കഷ്ടപ്പെടുന്നതിൽ തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി ഡോക്ടർ. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് എന്തിനാ മഹി കുറച്ച് മാസങ്ങൾ കളയുന്നേ? ഫലമില്ലാത്തൊരു യാത്രയാ താൻ നടത്തിക്കൊണ്ടിരിക്കുന്നേ. ആദ്യം കുറച്ച് മരുന്ന് തരുന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അത് ശരീരവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞ് പിന്നീടല്ലേ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നേ. മരുന്നും മന്ത്രവും ഹോസ്പിറ്റലും ഒക്കെ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റി കളഞ്ഞതാ. ഇനി ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോവാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ കണ്ണേട്ടൻ സ്നേഹിക്കുന്നുണ്ടോ? എന്തിനാ അങ്ങനെ ചോദിക്കുന്നേ? അതിന്റെ ഉത്തരം ഞാൻ പറയാതെ തനിക്കറിയില്ലേ? അങ്ങനെയാണെങ്കിലേ ഈ ഒരു കാര്യത്തിൽ മാത്രം കണ്ണേട്ടൻ വാശി പിടിക്കരുത്. നിമിത്തങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതം എന്റേത്. കണ്ണേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുപോലും അങ്ങനെയാ. ഇപ്പൊ വളരെ യാദൃശ്ചികമായിട്ട് ഒരു ഓൺലൈൻ പ്രോഗ്രാമിലാ ആ വൈദ്യന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടത്. അത് ദൈവം കാണിച്ചു തന്നതാണെന്ന എന്റെ വിശ്വാസം. അങ്ങനെയുള്ളപ്പോ നമ്മൾ അതിനെതിരെ നിൽക്കാൻ പാടില്ല കണ്ണേട്ടാ. ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാ എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ തങ്ങേണ്ടി വരും. അവിടെ എനിക്ക് കൂട്ടിരിക്കേണ്ടത് താനായിരിക്കും. ആ സമയത്ത് നമ്മുടെ സ്ഥാപനങ്ങൾ ആര് നോക്കും? അതിനവിടെ ഒരുപാട് സ്റ്റാഫില്ലേ കണ്ണേട്ടാ. ഇനിയിപ്പൊ സ്ഥാപനങ്ങളൊക്കെ നോക്കി ഒരുപാട് സമ്പത്തുണ്ടാക്കിയിട്ട് ഇപ്പൊ ഉള്ളതിനേക്കാൾ വലിയ നേട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ? പണം ഒരു പരിധി വരെയൊക്കെ മതി. അതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടേണ്ട പലതും ഉണ്ട്. വൈദ്യര് ഒരു പ്രതീക്ഷയും തന്നിട്ടില്ല. വേണ്ട, അദ്ദേഹം നോക്കാന്ന് പറഞ്ഞല്ലോ. ഒരു 1.5 വർഷം എനിക്ക് വേണ്ടി ഒന്ന് നിന്ന് തരണം. ഇത്തിരി കഷ്ടപ്പെടണം. ചെറിയൊരു മാറ്റം ഉണ്ടായാൽ പോലും അത് വലിയൊരു നേട്ടമല്ലേ. അത് കണ്ട് നമ്മൾ മാത്രമല്ലല്ലോ, കണ്ണേട്ടന്റെ അച്ഛന്റെയും അമ്മയുടെ ആത്മാവ് പോലും സന്തോഷിക്കും. ഏട്ടാ, കണ്ണൻ അപകടം ഉണ്ടായ ശേഷം അലോപ്പതി ഡോക്ടർമാര് അവനെ കൈയൊഴിഞ്ഞ സമയത്ത് അവനെ സഹായിക്കാൻ അവസാനം ഒരു ആയുർവേദ ഡോക്ടർ എത്തിയിരുന്നല്ലോ. അതെ, ആയുർവേദം തന്നെയാണ് അന്നും അവന് തുണയാകുമെന്ന് നമ്മൾ ഭയന്നത്. ആ സമയത്ത് ഞാൻ ആ മരുന്നുകൾ പലതും എടുത്ത് മാറ്റിയത്. അന്ന് ആ ഡോക്ടർ എങ്ങനെയാണ് മരുന്നുകൾ മിക്സ് ചെയ്യേണ്ടതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അയാള് പറഞ്ഞതിനൊക്കെ വിരുദ്ധമായിട്ടാ ഞാൻ ഓരോന്നും ചെയ്തത്. അതിനുശേഷം 2-3 മാസം കഴിഞ്ഞ് അവനെ ചികിത്സിച്ചിട്ട് അതേ ഡോക്ടർ തറപ്പിച്ചു പറഞ്ഞത് ഇനി രക്ഷയില്ല, ആയുർവേദവും ഫലിക്കില്ലെന്നാ.
ഇപ്പോഴും ഒരു നാട്ടുവൈദ്യനല്ലേ അവള് കണ്ടെത്തിയിരിക്കുന്നത്. അതും സാധാരണക്കാരനെ അല്ല. തോമസ് വൈദ്യനെ പറ്റി കേട്ടിടത്തോളം അയാൾ ഒരു സിദ്ധനാ. ഇനി ഇപ്പൊ കണ്ണേട്ടനെ നോക്കുന്നതേ അമ്മയല്ല, അവളാ. അതുകൊണ്ട് മരുന്നൊക്കെ കൊണ്ടുവന്നാ അവളായിരിക്കും മിക്സ് ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടില്ല കേസാ. ഇനി അവന് നേരിയ ചലനശേഷി കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാ. എങ്കിലും വീണ്ടും ചികിത്സ തുടങ്ങിയെന്നറിഞ്ഞപ്പോഴേ നെഞ്ചിനകത്തൊരു ഭാരം പോലെ. ഇവരീ പറയുന്ന വൈദ്യനെ കുറിച്ചേ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അയാൾ ആളൊരു നിസ്സാരക്കാരനല്ല അമ്മാവ. ഒരിക്കലും നടക്കാത്ത കേസാണെങ്കിൽ ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ നേരത്തെ എഴുതിത്തള്ളും. അതല്ല, അവന് നേരിയ പ്രതീക്ഷ കൊടുത്താൽ പിന്നെ ചികിത്സ കഴിയുന്നവരെ നമ്മൾ ഭയത്തോടെ കാത്തിരിക്കേണ്ടി വരും. അതാണ് എന്റെ പേടി. അന്ന് സ്നേഹത്തോടെ അവന്റെ അരികിലിരുന്ന് മരുന്ന് മുഴുവൻ അവനെ കുടിപ്പിച്ച ശേഷം ഇടയ്ക്ക് അവൻ ICUലായത് വാമേണ്ണ ഓർമ്മയില്ലേ? അന്ന് ഞാനല്ല അവനെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയത്. അതിനുശേഷം മോളെ ഡോക്ടർമാരാ പറഞ്ഞത് ഈ ആയുർവേദം ഒന്നും വേണ്ട, പയ്യൻ ചത്തുപോകുന്ന്. പിന്നെ അവന്റെ അച്ഛന്റെ ബന്ധുക്കളും പറഞ്ഞു പയ്യനെ കൊല്ലണ്ടാന്ന്. അതോടെ ആയുർവേദവും നിന്നു. അതിനുശേഷം അന്നവനെ ചികിത്സിച്ച വൈദ്യര് പിന്നീട് എന്നോട് പറഞ്ഞു, ആ മരുന്ന് കഴിച്ചാൽ ഒരു കാരണവശാലും രോഗിക്ക് തളർച്ച ഉണ്ടാവില്ല എന്ന്. അതുപോലെ തന്നെ കണ്ണനെ വീണ്ടും കാണണമെന്നും പറഞ്ഞു. അയാളുടെ മനസ്സ് മടിപ്പിക്കുന്ന രീതിയിൽ പായി വരുന്നതൊക്കെ പറഞ്ഞിട്ട് അയാളെ ഞാൻ പിന്തിരിപ്പിക്കുകയായിരുന്നു. കുറ്റങ്ങളെല്ലാം അയാളുടെ തലയിൽ കെട്ടിവെച്ചിട്ട്. ഇവിടെ പക്ഷെ അതിന് കഴിയില്ല വാമേട്ടാ. ബുദ്ധിയുള്ള ഒരുത്തിയായി ഇപ്പൊ അവന്റെ കൂടെയുള്ളത്. അത് നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കണ്ണൻ നടന്നു തുടങ്ങിയ പിന്നെ ഇരുന്നു പോകാൻ പോകുന്നത് നമ്മളാ. അതെനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഏതായാലും അയാളെ ഒന്ന് കാണട്ടെ, പ്രതാപനെ. അയാൾക്ക് ഈ വാർത്ത ഒരു ഷോക്ക് തന്നെയായിരിക്കും. കണ്ണേട്ടിന് എഴുന്നേറ്റ് നടന്നാലേ മഹാലക്ഷ്മി പിന്നെ എല്ലാ അർത്ഥത്തിലും ഭാഗ്യവതിയാ. അവൻ എഴുന്നേറ്റ് നടക്കില്ല മോളെ. ഇനി അവന്റെ ശരീരത്തില് ചികിത്സയൊന്നും ഏൽക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ കണ്ണേട്ട് ഇതൊന്നും ഇഷ്ടമല്ല. അവള് നിർബന്ധിച്ച് വലിച്ചിഴിച്ചോണ്ട് പോകുന്നതല്ലേ. എന്ത് ചെയ്യാനാ? ഒരുപാട് ആലോചനകൾ വന്നതല്ലേ. അന്നൊക്കെ വരുന്നവരെയൊക്കെ സ്വത്ത് മോഹിച്ചാണെന്നും കരുതിയാ നമ്മൾ മുടക്കിയത്. അവനും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കല്യാണത്തോട്. അതിനിടയിലാ ഇവള് വലിയ കുഴപ്പക്കാരിയൊന്നും അല്ലാന്ന് തോന്നി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. അതിപ്പോ തീരാത്ത തലവേദനയായി. ഇനി അവൻ എഴുന്നേറ്റ് നടക്കൂടെ ചെയ്താലേ പിന്നെ നമ്മളൊക്കെ പോയി ചത്താ മതിയോ വാമേട്ടാ. പ്രതീക്ഷകൾ നശിച്ചവനാണ് അവൻ. അത് വീണ്ടും തളിർക്കാൻ തുടങ്ങിയത് മഹാലക്ഷ്മി അവന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. അവളെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവള് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ നമ്മൾ ഭയക്കണം. അവിടെ പൂജാമുറിക്കാതെ ഒരു അയ്യപ്പ ഭഗവാന്റെ വിഗ്രഹം ഇരിപ്പുണ്ട്. അത് ഇത്തിരി കുഴപ്പമാമേട്ടാ. അവളുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന അയ്യപ്പനത്. അതിനെന്തോ ഒരു പവറുണ്ടെന്ന് എനിക്കും തോന്നിയിരുന്നു. അല്ലെങ്കിൽ അന്നത്തെ ആക്സിഡന്റ് വഴിമാറി പോകുമായിരുന്നു. നമുക്കതുപോലെ ഒന്നുകൂടെ പ്ലാൻ ചെയ്ത് നോക്കിയാലോ വാമേട്ടാ. ചുമ്മാതിരിടോ. ഇനിയും ചിലപ്പോൾ തന്റെ ലോറി വന്ന് മുട്ടുന്നതേ എന്റെ വണ്ടിയുടെ പിന്നിലായിരിക്കും. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഒരുപാടാ. ഞാൻ പറഞ്ഞില്ലേ ഒരു അയ്യപ്പ വിഗ്രഹം അവളുടെ കയ്യിലുണ്ടെന്ന്. അതിന് ശക്തി ഉണ്ടെങ്കിൽ അത് കമലേശ്വരത്തെ പൂജാമുറിയിൽ നിന്ന് എടുത്ത് മാറ്റണം. എന്നാൽ അതുകൊണ്ട് അങ്ങ് പറഞ്ഞേക്കാം, എൻ്റെ അമ്മയുടെ ഉപദേശം കേട്ടിട്ട് കരണമുള്ള എടുത്തുകൊണ്ട് കളഞ്ഞാ. എന്നിട്ട് അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് ഉണ്ണിയുമായിട്ട് പോയിട്ട് ഒരു ആറ്റിലേക്ക് അത് എറിഞ്ഞത്. പക്ഷെ അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ അത് പോയ പോലെ പൂജാമുറിയിൽ വന്നിരിക്കുക. അതെങ്ങനെയാടോ? അതേപ്പറ്റി ചോദിച്ചാൽ എനിക്കും അതൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ
അവളുടെ വിജയത്തിന് പിന്നിൽ അയ്യപ്പ ഭഗവാനാണിത്. അത് കയ്യിലുള്ളിടത്തോളം കാലം അവൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കൂ. എന്ന് വെച്ചാൽ താൻ പറഞ്ഞു വരുന്നത് അവളും അവളുടെ അയ്യപ്പ ഭഗവാനും കൂടെ അവനെ എഴുന്നേപ്പിച്ച് നടത്തുമെന്നാണോ? ഒന്നും പറയാൻ പറ്റില്ല മാമേട്ടാ. നല്ലതെന്ന് കരുതി നമ്മൾ ചെയ്യുന്നതെല്ലാം ഇപ്പോൾ നമ്മളെ തന്നെ തിരിഞ്ഞു കൂത്തുകയല്ലേ. എന്റെ ലോറി കയറിയ കണ്ണൻ്റെ അച്ഛൻ ചത്തുപോയത്. അതിന് പകരം വയ്യാത്ത നിങ്ങളുടെ അനന്തരവനെ ലക്ഷ്മി കെട്ടട്ടെ എന്ന് മാമേട്ടൻ കരുതി. ഞാനാണെങ്കിലോ എൻ്റെ മോളുടെ കാര്യങ്ങൾ നോക്കാൻ എൻ്റെ മോളോടൊപ്പം അവളെ പറഞ്ഞു വിടുകയും ചെയ്തു. അതിപ്പം നമുക്ക് തന്നെ വിനയായി. എന്തായാലും വല്ലാത്തൊരു ജാഥ അവളുടെ. ആ ജാതകം എത്ര ബലമുള്ളതാണെങ്കിലും കണ്ണൻ എഴുന്നേറ്റ് നടക്കരുത്. താൻ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് നടക്കുന്ന കണ്ണൻ നമുക്കെല്ലാം ഭീഷണിയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഉറപ്പ് കിട്ടിയ പിന്നെ അവളുടെ ഉപാസനാമൂർത്തികളൊന്നും നമ്മൾ പേടിക്കരുത് മാമേട്ടാ. ലോറി പാഞ്ഞു കയറണം അവന്റെ കാറിലേക്ക്.